നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ കൺമുന്നിലാണ് അതുണ്ടായത്. അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ വഴക്ക് പതിവാണ്. അന്ന് അച്ഛൻ അമ്മയെ ചീത്ത വിളിക്കുകയും വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിനിടെ മുടിക്ക് കുത്തിപ്പിടിച്ച തല ഭിത്തിയിൽ ആഞ്ഞടിച്ചു. അമ്മ കുഴഞ്ഞു വീണു. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളെ വിളിക്കാൻ ഓടി. അവരുമൊത്ത് തിരികെ വന്നപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവരെ പറഞ്ഞുവിട്ടു. ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അതേപടി കിടക്കുകയാണ്. പക്ഷേ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ നിന്ന ഈ മിഷ്മ തികഞ്ഞ മനക്കരുത്തോടുകൂടി ആ ദിവസം ഓർമ്മിച്ചപ്പോഴാണ് അകത്തമ്മ സജിതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒന്നേന്ന് ആരംഭിക്കുകയായിരുന്നു. അപകട മരണമെന്ന് കരുതിയ സംഭവത്തിൽ കല്ലറ തുറന്ന സജിയുടെ മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിച്ചത് അച്ഛൻ സോണിക്കെതിരെ മിഷ്മ നൽകിയ ഈ പരാതിയാണ്. ചേർത്തല നഗരസഭ 29-ാം വാർഡ് പണ്ടകശാലപ്പറമ്പിൽ VC സജിയുടെ, അതായത് 46 വയസ്സുകാരി സജിയുടെ മരണത്തിന്റെ 4-ാം ദിവസം ഭർത്താവ് PY സോണി ഇതേ തുടർന്ന് അറസ്റ്റിലായി. ഖത്തറിൽ നഴ്സായിരുന്ന അമ്മ 2 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. അമ്മ നാട്ടിലില്ലാത്ത കാലത്ത് അച്ഛന് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോഴെല്ലാം ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. കുടുംബത്തെ ഓർത്താണ് അമ്മ എല്ലാം സഹിച്ചത് എന്ന് മകൾ പറയുകയാണ്. സംഭവം നടന്നത് ജനുവരി 8-ന് മദ്യപിച്ചാണ് അച്ഛൻ വീട്ടിലെത്തിയത്. വിവാഹേതര ബന്ധത്തെ പറ്റി പറഞ്ഞ വലിയ വഴക്കായി. അമ്മയെ അച്ഛൻ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. അവർ തിരികെ വിളിക്കുമ്പോൾ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി ഞാൻ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു. അതിനാൽ കോൾ എടുത്തില്ല. അവർ വീണ്ടും വിളിച്ചപ്പോൾ അച്ഛനെ ഭയന്ന് അമ്മ രക്ഷപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും ഞാൻ അന്നുണ്ടായ കാര്യം മറച്ചുവെച്ചു. അമ്മ ഗോണിപ്പടിയിൽ നിന്ന് വീണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം അമ്മയുടെ നില മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് പനിയും ഹൃദ്രോഗവും ബാധിതയുണ്ടായി മരണം സംഭവിക്കുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയത്. ചികിത്സയിലായിരുന്ന സമയത്തൊന്നും അമ്മ സംസാരിച്ചിരുന്നില്ല. കൂടുതലും അബോധാവസ്ഥയിലായിരുന്നു. ഈ ഒരു മാസവും എല്ലാ കാര്യങ്ങൾ നോക്കി അച്ഛൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഫോണിൽ അച്ഛന്റെ ശബ്ദ സന്ദേശം എനിക്കും കിട്ടി, അച്ഛന്റെ വിവാഹിതര ബന്ധത്തെ പറ്റി പറഞ്ഞുകൊണ്ട്. അമ്മ ആശുപത്രി വിട്ട ശേഷവും അച്ഛനെതിരെ കേസ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷകളെ തകർത്ത് അമ്മ കഴിഞ്ഞ ഞായറാഴ്ച യാത്രയായി. എന്റെ ഇഷ്ടത്തിന് എതിർ നിന്നാൽ അമ്മയുടെ ഗതി നിനക്കും ഉണ്ടാകുമെന്ന ചൊവ്വാഴ്ച രാത്രി അച്ഛൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. പിറ്റേന്ന് തന്നെ ഞാൻ പോലീസിൽ പരാതി നൽകുന്നു എന്ന് മിഷ്മ പറയുന്നു. സത്യത്തിൽ മിഷ്മ എന്ന പെൺകുട്ടി ഇവിടെ കണ്ടത് അവന്റെ അച്ഛന്റെ യഥാർത്ഥ സ്വഭാവവും അമ്മയുടെ അവസാന മുഖവുമാണ്. ഒരുപക്ഷെ അമ്മയുടെ അതേ ഗതി തനിക്കും ഉണ്ടാകുമെന്ന് ഭയന്ന് വിറച്ച് ഈ ലോകത്ത് അവളും എല്ലാം മറന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അച്ഛനെന്ന ഈ ക്രിമിനൽ ഇപ്പോൾ തല ഉയർത്തി എല്ലാവരുടെ മുന്നിലും നടന്നേനെ. ഒരുപക്ഷെ ഇതെല്ലാം മറന്നിരുന്നുവെങ്കിലും നാളൊരു സമയത്ത് മിഷ്മയുടെ ഗതിയും ഇത് തന്നെയായിരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി പുറത്തേക്കെടുത്തത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിച്ചിരുന്നു. തലയ്ക്കു പുറകിലായി ഒരു ക്ഷതമുണ്ട് എന്ന് തന്നെയാണ് ആദ്യ നിഗമനത്തിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ ക്ഷതമാണ് മരണകാരണമെന്ന് അറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ, അതായത് ഈ അച്ഛനെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആക്കിയിട്ടുണ്ട്. എന്തായാലും മിഷ്മ എന്ന പെൺകുട്ടി ഇപ്പോൾ ഒരു ധീര വനിത ആയി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ടായ ദിവസമൊക്കെ തന്നെ തന്റെ അമ്മയെ രക്ഷിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തനിക്ക് കൂട്ടിയാൽ കൂടുന്നതായിരുന്നില്ല അവിടുത്തെ അന്നത്തെ ബഹളം എന്നാണ് മിഷ്മ പറയുന്നത്. എന്തായാലും മരവിച്ച ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മിഷ്മ ഇപ്പോൾ.